Hello, this is Dr. Abbas Watoli, Assistant Professor, Amal College of Advanced Studies, Nilambur. ഇന്ന് നമ്മൾ പറയുന്നത് പ്രോജക്റ്റ് പ്രപ്പോസൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ അതിനകത്തുണ്ടായിരിക്കേണ്ട കണ്ടന്റുകൾ എന്തൊക്കെയാണെന്നല്ല. നമ്മൾ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പിക്ക് ഫൈനലായി കഴിഞ്ഞാൽ ഒരു 2 to 3 പേജസ് വരുന്ന ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ അല്ലെങ്കിൽ സിനോപ്സിസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ പ്രിൻ്റാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് വർക്കിനെ കുറിച്ചുള്ള ഒരു പ്ലാനാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് കണ്ടന്റുകളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫേസ് ഷീറ്റിൽ ഉണ്ടാവേണ്ട മാറ്റേഴ്സ് ഒക്കെയാണത്. ഫസ്റ്റ് നമ്മളിത് പ്രോജക്റ്റ് പ്രപ്പോസൽ സബ്മിറ്റഡ് ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ്. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ പേര് എഴുതുക. ബൈ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ പേര്, അവരുടെ ക്ലാസ്, രജിസ്റ്റർ നമ്പർ എല്ലാം എഴുതുക. ദെൻ ടൈറ്റിൽ എഴുതുക. ടൈറ്റിൽ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത ടൈറ്റിൽ ഉണ്ടായിരിക്കും. ഇതേപോലെ കൃത്യമായിട്ടുള്ള ഒരു ടൈറ്റിൽ എഴുതുക. ടൈറ്റിൽ ഷുഡ് ബി ക്ലിയർ ആൻഡ് സ്പെസിഫിക് ഇൻ ടേംസ് ഓഫ് ടോപ്പിക് ആൻഡ് ഏരിയ ഓഫ് സ്റ്റഡി. അപ്പോൾ ടോപ്പിക് എന്താണ്, അത് ഏരിയ ഓഫ് സ്റ്റഡി, അതിൻ്റെ പോപ്പുലേഷൻ, അതൊക്കെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്ന ഒരു ടൈറ്റിൽ കൊടുക്കുക. ദെൻ സൂപ്പർവൈസറുടെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുക. ഏകദേശം ഇതേ ഫോർമാറ്റിലായിരിക്കും അതിൻ്റെ ഫേസ് ഷീറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പേജ് ഉണ്ടായിരിക്കുക, കവർ പേജ്. ദെൻ സെക്കൻഡ് പേജിൽ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഹെഡിങ്ങിൽ നമ്മൾ ഈ പ്രൊജക്റ്റ് ടോപ്പിക്കിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അതിൽ 3 പാർട്ടാണ് ശരിക്കും ഉണ്ടാവേണ്ടത്. അതിന് ഒരൊറ്റ പാരഗ്രാഫായിട്ട് ചുരുക്കി എഴുതാം, അല്ലെങ്കിൽ 3 പാരഗ്രാഫിൽ എഴുതാം. അപ്പോൾ നമ്മൾ ശരിക്കും ഫസ്റ്റത്തിൽ നമ്മൾ ആ ഒരു ടോപ്പിക്, ഇപ്പോൾ ഈ ടോപ്പിക്ക് ടൈറ്റിൽ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ആണ്, കസ്റ്റമേഴ്സ് റെസ്പോൺസ് ടു മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി എ സ്റ്റഡി വിത്ത് റെഫറൻസ് ടു വോഡഫോൺ സബ്സ്ക്രൈബേഴ്സ് ഇൻ പൂക്കോട്ടുംപാടം എന്നായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ദെൻ വോഡഫോൺ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ സ്റ്റഡി ചെയ്യുന്നുണ്ട് വോഡഫോണിനെ കുറിച്ചൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. അതുപോലെ നമ്മൾ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത് പൂക്കോട്ടുംപാടം എന്ന് പറയുന്ന പഞ്ചായത്തിലായതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു സെൻറ്റൻസും ആണ് ഇൻട്രൊഡക്ഷനിൽ എഴുതിയിട്ടുള്ളത്. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വൈ യുവർ സ്റ്റഡി ഈസ് റിലവൻറ്റ് ആൻഡ് ഹൗ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ടു വേരിയസ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്. ഇവിടെ കൃത്യമായിട്ട് എഴുതേണ്ടത് നമ്മൾ എന്തുകൊണ്ട് ഈ സ്റ്റഡിയുടെ ഒരു പ്രാധാന്യം എന്താണ്, പ്രത്യേകിച്ചും ഇത് ആർക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഈ സ്റ്റഡി ഇപ്പോൾ ഈ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റിനെ കുറിച്ച് നടത്തി കഴിഞ്ഞാൽ ഇത് വോഡഫോൺ കമ്പനിക്ക് ഉപകാരപ്രദമാകും, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും ഉപകാരപ്രദമാകും എന്നുള്ള രീതിയിലാണ് നമുക്ക് എഴുതാൻ പറ്റുക. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം. ഇവിടെ സ്റ്റേറ്റ് യുവർ ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് ഈസ് യുവർ അസംഷൻ ദാറ്റ് യു ആർ ഗോയിങ് ടു പ്രൂവ് ത്രൂ ദി സ്റ്റഡി എന്നുള്ളതാണ്. ശരിക്കും സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർച്ച് ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നു. പ്രോബ്ലം ഉദ്ദേശിച്ചത് ഒരു ഇഷ്യൂ ആവാം, ഒരു ഇവന്റ്, അല്ലെങ്കിൽ നമ്മളൊരു ഒബ്സർവേഷൻ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ അതിനൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റിനെ കുറിച്ച് വോഡഫോൺ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് നമ്മൾ സ്റ്റഡി ചെയ്യാനുള്ളൊരു കാരണം ഒന്നുകിൽ വോഡഫോണിൻ്റെ കസ്റ്റമേഴ്സ് വേറെ നമ്പറിലേക്ക് പോർട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിലേക്ക് പോർട്ട് ചെയ്ത് വരുന്നു, അങ്ങനെയൊക്കെയുള്ള ചില റീസൺസ്, അല്ലെങ്കിൽ കൂടുതലായിട്ട് അങ്ങനെ പോർട്ടബിലിറ്റി നടക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇത് സെലക്ട് ചെയ്തത്. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ എഴുതേണ്ടത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി. റൈറ്റ് 2 or 3 സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി. നമ്മുടെ ടോപ്പിക്കിൻ്റെ 2 or 3 സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നമ്മൾ കൊടുക്കുക. ആ ഒബ്ജക്റ്റീവ്സ് തീർച്ചയായിട്ടും നമ്മുടെ ടൈറ്റിലിനകത്ത് നിൽക്കുന്ന പരസ്പരം ലിങ്ക്ഡ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള 2 അല്ലെങ്കിൽ 3 ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റിനെ കുറിച്ചാണ് വോഡഫോൺ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ അവയർനെസ് ലെവൽ ഓഫ് MNP ഫെസിലിറ്റി എമംഗ് വോഡഫോൺ കസ്റ്റമേഴ്സ്. വോഡഫോൺ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഈ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റിനെ കുറിച്ച് അറിയുമോ അല്ലെങ്കിൽ അത്രത്തോളം അറിയാം എന്നുള്ളതാണ് ഫസ്റ്റ്. സെക്കൻഡ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ പോർട്ടിംഗ് ഡിസിഷൻ ഓഫ് മൊബൈൽ യൂസേഴ്സ്. ഒരാൾ പോർട്ടിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ അയാൾ എന്തെല്ലാം കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് അറിയാനാണ്. മൂന്നാമത്തെ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആഫ്റ്റർ അവൈലിംഗ് MNP അവൈൽ ചെയ്തതിന് ശേഷം ഉള്ള കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണെന്ന് മെഷർ ചെയ്യുക എന്നുള്ളത്. ആ രീതിയിലാണ് ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ മെത്തഡോളജി ആൻഡ് ഡാറ്റ കളക്ഷൻ എന്നുള്ളതിൽ സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി ഫസ്റ്റ് കൊടുക്കണം. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ സ്കോപ്പ് മീൻസ് ഏരിയ ഓഫ് കവറേജ്, ദാറ്റ് ഈസ് ജിയോഗ്രഫിക്കൽ ഏരിയ വേർ യു ആർ കണ്ടക്ടിങ് യുവർ സ്റ്റഡി. നമ്മുടെ സ്റ്റഡി എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള ആ ജോഗ്രഫിക്കൽ ഏരിയ ആണ് എന്ത് സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ദിസ് കണ്ടക്റ്റഡ് എമംഗ് ഇൻ പൂക്കോട്ടുംപാടം വില്ലേജ് എന്നാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷനാണ് സ്കോപ്പിൽ മെൻഷൻ ചെയ്യേണ്ടത്. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ആണ്, അതിൻ്റെ പ്രാധാന്യമാണ്. അതേസമയം സ്കോപ്പ് എന്ന് പറഞ്ഞാൽ
നമ്മൾ എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ള ലൊക്കേഷനാണ്, ജിയോഗ്രഫിക്കൽ ലിമിറ്റാണ്. സാമ്പിളിംഗ് പ്ലാൻ മെൻഷൻ അബൌട്ട് ദ നമ്പർ ഓഫ് സാമ്പിൾസ് ആൻഡ് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ്. നമ്മൾ എത്ര സാമ്പിൾസ് കളക്ട് ചെയ്യുന്നുണ്ട്, ഏത് മെത്തേഡിലാണ് എന്നുള്ളത് ഇവിടെ നമ്മൾ എഴുതണം. അപ്പോൾ ഡിഗ്രി ലെവലിൽ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശരിക്കും അധികം ആൾക്കാരും കൺവീനിയൻസ് സാമ്പിളിംഗ് എന്നായിരിക്കും എഴുതുക. കാരണം പലപ്പോഴും റാൻഡം സാമ്പിൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ എന്തുവാണ്, നമ്മുടെ സോഴ്സ് നമുക്ക് നോൺ ആയിരിക്കണം. പലപ്പോഴും നമ്മുടെ പോപ്പുലേഷൻ അൺനോൺ ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അങ്ങനത്തെ ഒരു ലിസ്റ്റ് അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് പലപ്പോഴും ഡിഗ്രി ലെവലിലൊക്കെ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്നാണ് എഴുതാറുള്ളത്. ഇനി റാൻഡം ആയിട്ട് ചൂസ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് റാൻഡം സാമ്പിളിംഗ് എന്ന് എഴുതാം. റാൻഡം സാമ്പിളിംഗ് ആണ് ശരിക്കും റിസർച്ച് ലെവലിലേക്ക് പോകുമ്പോൾ, PhD ലെവലിൽ പോകുമ്പോൾ മസ്റ്റായിട്ടും സാമ്പിളിംഗ് റാൻഡം ആയിരിക്കണം. സമയത്ത് ഡിഗ്രി ലെവലിൽ നമ്മൾ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ റാൻഡം സാമ്പിളിംഗ് എഴുതുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് റാൻഡംനെസ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലിസ്റ്റ് ഓഫ് പോപ്പുലേഷൻ അവൈലബിൾ ആയിരിക്കണോ എന്ന് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് സെലക്ട് ചെയ്യും. ഉദാഹരണമായിട്ട് നമ്മൾ ഷോപ്പുകളുടെ ഇടയിലാണ് സർവേ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നൊക്കെ പറഞ്ഞിട്ട് അസോസിയേഷൻ ഉണ്ടാവും, വ്യാപാരി അസോസിയേഷൻ. അവരിപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്തുള്ള ആൾക്കാരുടെ ലിസ്റ്റും തരുമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് റാൻഡമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിസിനസ്സുകാരെ കുറിച്ച് പഠിക്കുമ്പോൾ പഞ്ചായത്തിൽ ലിസ്റ്റ് അവൈലബിൾ ആയിരിക്കും. അവിടെ പോയിട്ട് അവർ ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. അതേസമയത്ത് വോഡഫോൺ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ചെയ്യുമ്പോൾ നമുക്ക് വോഡഫോൺ കമ്പനിക്ക് വേണമെങ്കിൽ തരാൻ കഴിയും ആ ഏരിയയിലുള്ള വോഡഫോൺ ലിസ്റ്റ്. പക്ഷെ പോസിബിളി നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ആ കേസിലൊക്കെ റാൻഡം സെലക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തിയറിറ്റിക്കലി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏതായിരിക്കും നല്ലത്, കൺവീനിയൻസ് സാമ്പിളിംഗ് ആയിരിക്കും. അതേസമയത്ത് ഇപ്പോൾ BSNL ബേസ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യുന്നു, ലാൻഡ് ഫോൺ യൂസേഴ്സിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്നു, BSNL ഓഫീസുകാർ ലിസ്റ്റ് തരുമെങ്കിൽ നമുക്ക് എന്തെന്ന് കൊടുക്കാം, റാൻഡം സാമ്പിളിംഗ് എന്ന് കൊടുക്കാം. ദെൻ മെത്തഡോളജി. അവിടെ ഹിയർ മെൻഷൻ അബൌട്ട് ദ സോഴ്സസ് ഓഫ് ഡാറ്റ ആൻഡ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് ഡാറ്റ. ഈ മെത്തഡോളജിയിൽ നമ്മൾ ഏത് സോഴ്സിൽ നിന്നൊക്കെ ആയിരിക്കും ഡാറ്റ കളക്ട് ചെയ്യുക, അതുപോലെ ഏത് മെത്തേഡിലായിരിക്കും ഡാറ്റ കളക്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എഴുതുക. ദെൻ ചാപ്റ്ററൈസേഷൻ, ദ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇൻ യുവർ പ്രോജക്റ്റ്. നമ്മുടെ പ്രൊജക്റ്റിൽ പ്രധാനമായിട്ടുണ്ടാകുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയായിരിക്കും എന്നുണ്ടെങ്കിൽ അതിവിടെ മെൻഷൻ ചെയ്യുക. ലിമിറ്റേഷൻസ്, മെൻഷൻ 2 or 3 ഫാക്ടേഴ്സ് ദാറ്റ് ലിമിറ്റ് ദ ക്വാളിറ്റി ഓഫ് യുവർ സ്റ്റഡി. നിങ്ങളുടെ സ്റ്റഡിയുടെ ക്വാളിറ്റി ലിമിറ്റ് ചെയ്യുന്ന 2 or 3 ഫാക്ടേഴ്സ് കൊടുക്കുക. അത് ഡിഗ്രി ലെവലിലൊക്കെ നോക്കുമ്പോൾ ടൈം, പൈസയുടെ അവൈലബിലിറ്റി ഒക്കെ ലിമിറ്റ് ചെയ്യും. അത് കുറച്ച് സാമ്പിൾ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ വലിയ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒന്നും നടത്തുന്നില്ല. അതൊക്കെ ആയിരിക്കും നമ്മുടെ സ്റ്റഡിയുടെ ലിമിറ്റേഷൻ. ദെൻ റെഫറൻസ്, കോട്ട് ദ മെറ്റീരിയൽ യു റെഫേർഡ് വൈൽ ഡ്രാഫ്റ്റിംഗ് ദ സിനോപ്സിസ്, പ്രിഫറബിളി ബുക്സ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച ബുക്സ്, അതിൻ്റെ അതുപോലെ ജേർണൽസ് അല്ലെങ്കിൽ വെബിൻ്റെ ലിങ്ക്, അങ്ങനത്തെ ഇങ്ങനെ 2 or 3 റെഫറൻസുകളും കൊടുക്കുക. ഇത്രയാണ് ഇതിൻ്റെ ഫോർമാറ്റ്. ഈ ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ സിനോപ്സിസ് തയ്യാറാക്കേണ്ടത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.